പുതുവർഷത്തിൻ്റെ ഈ പുലരിയിൽ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയിലെ കുഗ്രാമത്തിൽ നിന്നുള്ള ഒരു പാവം 5 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ 5 വയസ്സുള്ള മകള് വിശന്നപ്പോൾ ബ്രെഡ് ലഭിക്കാൻ വേണ്ടി കരയുകയും അവർ സ്വരൂപിച്ചു വെച്ചിരുന്ന ചെറിയ ചില്ലറ നാണയങ്ങൾ ചേർത്ത് ഒരു ചെറിയ പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കാനായിട്ട് ആ കുട്ടിയെ അടുത്ത കടയിലേക്ക് വിടുകയും ചെയ്തു. ആ കടയിൽ പോയ കുട്ടി ആ ബ്രെഡ് വാങ്ങി അതിരറ്റ സന്തോഷത്തോടെ വളരെ നാച്ചുറലായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി വരുന്ന ചിത്രം അതിലെ പോയൊരു വ്യക്തി ക്യാമറയിൽ പകർത്തുകയും അത് ആ കമ്പനിക്ക് ആ ബ്രെഡ് കമ്പനിക്കാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അൽബാനി എന്നാണ് ആ കമ്പനിയുടെ പേര്. അവർ ആ ഫോട്ടോയിൽ അത്രത്തോളം സന്തോഷത്തോടു കൂടിയിട്ട് അത്രത്തോളം ആഗ്രഹത്തോടു കൂടിയിട്ട് കൈക്കലാക്കുന്ന അൽബാനി ബ്രെഡുമായിട്ട് ഓടുന്ന ആ കുട്ടിയുടെ ചിത്രം അവരുടെ ബിൽ ബോർഡുകളിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. 1-2 സ്ഥലത്ത് പ്രദർശിപ്പിച്ചപ്പോൾ വലിയ റെസ്പോൺസാണ് അത് ലഭിച്ചത്. അത്രത്തോളം ആൾക്കാരുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷം ആ ബിൽ ബോർഡിലുണ്ടായിരുന്നു. പിന്നീട് പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് അൽബാനി കമ്പനി ആ പാവം പെൺകുട്ടിയെ അവരുടെ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റി. ആ കുട്ടിയുടെ ബിരുദ വരെയുള്ള പഠന ചെലവുകൾ ആ ബ്രെഡ് കമ്പനി ഏറ്റെടുത്തു. ആ കുട്ടിക്കും അമ്മയ്ക്കും 2 മുറികളുള്ളൊരു വീട് ആ കമ്പനി പണിത് നൽകി. വളരെ തിരിച്ചറിയേണ്ടതായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് മനുഷ്യരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്തരം വസ്തുക്കൾ നിങ്ങൾക്ക് നിർമ്മിച്ച് നിൽക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന സ്നേഹവും സന്തോഷവും എല്ലാം ഏത് അറ്റം വരെ പോകും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ പുതുവത്സരം നമുക്ക് അത്തരം നമ്മുടെ ഉപഭോക്താക്കളുടെ മനസ്സിലേക്ക് സ്നേഹവും സന്തോഷവും എത്തിച്ചേരുന്ന രീതിയിലേക്ക് ആക്കി തീർക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്.